മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇത് കർക്കിടക മാസം. സൂര്യൻ 32 ദിവസം കർക്കിടകം രാശിയിൽ നിൽക്കുന്നതിനെയാണ് കർക്കിടക മാസമെന്ന് പറയുന്നത്. ഈ കർക്കിടക മാസത്തെ രാമായണ മാസം എന്നും പറയുന്നു. ഒരു മാസത്തെ മുഴുവൻ ഒരു ഇതിഹാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നത് ആ ഇതിഹാസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ നാടിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആധാരശിലകളാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളുമെല്ലാം. 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, മഹാഭാരതവും രാമായണവും. ഒരു മാസത്തെ മുഴുവൻ ഒരു ഇതിഹാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് രാമായണം എന്ന് നോക്കാം. ഒരിക്കൽ തമസാ നദിയിലേക്ക് സ്നാനം ചെയ്യുന്നതിന് വേണ്ടി വാൽമീകി മഹർഷി പോകുമ്പോൾ ആ നദിയുടെ തീരത്തുള്ള ഒരു വലിയ വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് 2 ക്രൗഞ്ച പക്ഷികൾ കാമലീലകളിൽ ആടുകയായിരുന്നു. കാമമോഹിതരായ ആ പക്ഷികളിൽ ഒന്നിനെ പെട്ടെന്ന് ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തി. തൻ്റെ ഇണക്കിളി പിടഞ്ഞു വീഴുന്നത് വളരെ വേദനയോടുകൂടി നോക്കിയിരിക്കുന്ന മറ്റേ കിളിയെ കൂടി കണ്ടപ്പോൾ വാൽമീകി മഹർഷിയിൽ അത് വലിയ ദുഃഖമുണ്ടാക്കി. ദുഃഖം മാത്രമല്ല, വലിയ ക്രോധവും ഉണ്ടാക്കി. ഈ വർദ്ധിച്ച ക്രോധവും ശോകവും എല്ലാം കൂടി മഹർഷിയിൽ നിന്ന് 4 വരി കവിതയായി പുറത്തേക്ക് വന്നു. മാനുഷാദ പ്രതിഷ്ഠാത്വം മകമാ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. അരുത് കാട്ടാള, കാമലീലകളിൽ ആടിയിരിക്കുന്ന ഈ പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ നിനക്ക് ശാശ്വത പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഗതി പിടിക്കാതെ പോകട്ടെ എന്ന് മഹർഷി ശപിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മുന്നിൽ വലിയ വികാര വിക്ഷോഭം ഉണ്ടായി. ഒരിക്കലും മുനിമാർ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല. ഇങ്ങനെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടേണ്ടി വന്നതിൽ, പെട്ടുപോയതിൽ വലിയ മനസ്താപവും ദുഃഖവും ഒക്കെ മഹർഷിക്ക് തോന്നി. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നാരദർ അവിടെ എത്തിച്ചേരുകയും മഹർഷിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം രാമായണ കഥ മുഴുവൻ എഴുതുവാൻ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഗായത്രി മന്ത്രത്തിൻ്റെ 24 അക്ഷരങ്ങൾ ഉപയോഗിച്ച് 24,000 ശ്ലോകങ്ങളിൽ രാമായണം എഴുതി തീർക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ 4 വരി ശ്ലോകം അല്ലെങ്കിൽ ഈ 4 വരി ശ്ലോകമാണ് ആദി കാവ്യം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 4 വരി ശ്ലോകത്തിൽ രാമായണ കഥ മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഈ 4 വരി കവിതയിലെ ഓരോ കഥാപാത്രങ്ങൾ, ഒന്ന് വേടൻ, മറ്റൊന്ന് വേടൻ്റെ അസ്ത്രം, 2 ക്രൗഞ്ച പക്ഷികൾ. ഇതൊക്കെയാണ് ഇതിലത്തെ കഥാപാത്രങ്ങൾ. വേടൻ എന്നത് ഈ ലോകമാണ്. വേടൻ്റെ അസ്ത്രം അത് ലോകാപവാദമാണ്. അമ്പെറ്റ് പിടഞ്ഞു വീഴുന്ന കിളി അത് സീതയാണ്. തൻ്റെ ഇണക്കിളി പിടഞ്ഞു വീണ് മരിക്കുന്നത് വേദനയോടുകൂടി നോക്കിക്കാണുന്ന മറ്റേ കിളി അത് ശ്രീരാമനാണ്. യഥാർത്ഥത്തിൽ ഈ 4 വരി കവിതയാണ് രാമായണം, അല്ലെങ്കിൽ രാമായണത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഈ 4 വരി കവിതയാണ്. ഇതിനെയാണ് ആദികാവ്യം എന്ന് പറയുന്നത്. ആദികവി വാൽമീകി, ആദികാവ്യം ഈ 4 വരിയാണ് എന്ന് പറയുന്നു. എല്ലാവർക്കും നന്ദി.